അച്ഛനെ വെട്ടി പരിക്കേൽപ്പിച്ച വീടിന് മുകളിൽ കയറി പോലീസിനെയും നാട്ടുകാരെയും മുൾമുനയിൽ നിർത്തിയത് 5 മണിക്കൂർ. ഒടുവിൽ പ്രതി പോലീസിന് കീഴടങ്ങി. പുതുക്കാട് പറപ്പൂക്കര മുത്രത്തിക്കരയിലാണ് ഇന്നലെ സംഭവം നടന്നത്. ഈ നാടിനെ മണിക്കൂറുകളോളം ആശങ്കയിലാഴ്ത്തിയ സംഭവത്തിന്റെ വിശദാംശങ്ങളിലേക്ക്. സംഭവം നടന്നത് മുത്രത്തിക്കര ശിവക്ഷേത്രത്തിന് സമീപം വാടകയ്ക്ക് താമസിക്കുന്ന മേക്കാടൻ വീട്ടിലാണ്. 68 വയസ്സുകാരനായ ശിവനെയാണ് മകൻ വിഷ്ണു കൊടുവാളുകൊണ്ട് വെട്ടി ഗുരുതരമായി പരിക്കേൽപ്പിച്ചത്. കഴുത്തിന് ആഴത്തിൽ വെട്ടേറ്റ ശിവനെ ഉടൻ തന്നെ മുളങ്കുന്നുകാവ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഇദ്ദേഹത്തിന്റെ നില തൃപ്തികരമാണെന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം. ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 നാടിനെ നടുക്കിയ സംഭവങ്ങളുടെ തുടക്കം. കഴിഞ്ഞ 40 ദിവസത്തോളമായി വിഷ്ണു ഈ വീട്ടിൽ തനിച്ചായിരുന്നു താമസം. അച്ഛനായ ശിവനും അമ്മ ലതികയും മകളുടെ വീട്ടിലായിരുന്നു താമസം. ലൈഫ് പദ്ധതിക്ക് പശ്ചാത്തലത്തിൽ സമർപ്പിക്കാനുള്ള രേഖകൾ എടുക്കാനായാണ് ശിവൻ ഭാര്യ ലതികയും ഒരു ബന്ധുവിനോടൊപ്പം വീട്ടിലെത്തിയത്. എന്നാൽ വീട്ടിലെത്തിയ മാതാപിതാക്കളെ വീടിനുള്ളിലേക്ക് കടക്കാൻ വിഷ്ണു അനുവദിച്ചില്ല. ഇതിനിടെ രേഖകളെ കുറിച്ച് തിരക്കിയപ്പോൾ രേഖകൾ കിണറ്റിൽ ഇട്ടതായി വിഷ്ണു പറഞ്ഞു. വീട്ടുകാർ ഞെട്ടലോടെ നോക്കിയപ്പോൾ വസ്ത്രങ്ങളും മറ്റ് ചില രേഖകളും കിണറ്റിൽ കിടക്കുന്നത് കണ്ടു. ഇതോടെ പ്രകോപിതനായ ശിവൻ മകനോട് ദേഷ്യപ്പെടുകയും ഇരുവരും തമ്മിൽ വഴക്കും വാക്കേറ്റവും ഉണ്ടാവുകയും ചെയ്തു. വാക്കേറ്റം രൂക്ഷമായതോടെ വിഷ്ണു കൈവശം ഉണ്ടായിരുന്ന കൊടുവാളുകൊണ്ട് ശിവനെ വെട്ടുകയായിരുന്നു. യാതൊരു പ്രകോപനവും ഇല്ലാതെ 4 തവണ വെട്ടിയാണ് വിഷ്ണു അച്ഛനെ പരിക്കേൽപ്പിച്ചത്. തുടർന്ന് അമ്മ ലതികയും വെട്ടാൻ ശ്രമിച്ചെങ്കിലും കൂടെ ഉണ്ടായിരുന്ന ബന്ധു സമയോചിതമായി ഇടപെട്ട് അവരെ തടയുകയായിരുന്നു. ഈ ബന്ധുവാണ് ഉടൻ തന്നെ പോലീസിനെയും ആംബുലൻസിനെയും വിളിച്ചു വരുത്തിയത്. പോലീസ് സംഭവ സ്ഥലത്തേക്ക് എത്തുന്നതിന് തൊട്ടു മുമ്പ് തന്നെ വിഷ്ണു കത്തിയുമായി വീടിന്റെ മച്ചിൽ കയറിയിരുന്നു. അക്രമാസക്തനായ പ്രതിയെ കീഴ്പ്പെടുത്താൻ പോലീസിന് ഇത് വലിയ വെല്ലുവിളിയായി. മച്ചിലേക്ക് ഇറങ്ങാനുള്ള ബുദ്ധിമുട്ടും വിഷ്ണു എങ്ങനെ പ്രതികരിക്കുമെന്ന ധാരണ ഇല്ലാത്തത് മൂലം പോലീസ് തുടക്കത്തിൽ തിടുക്കപ്പെട്ടുള്ള നടപടിക്ക് ഒരുങ്ങിയില്ല. തുടർന്ന് മണിക്കൂറുകളോളം നീണ്ട അനുനയിപ്പിക്കൽ ശ്രമങ്ങളാണ് നടന്നത്. നാട്ടുകാരും പോലീസും ചേർന്ന് ഏറെ നേരം ശ്രമിച്ചിട്ടും വിഷ്ണു വഴങ്ങാതിരുന്നതോടെ ഇയാളെ കീഴ്പ്പെടുത്താൻ തീരുമാനിക്കുകയായിരുന്നു. ഈ 5 മണിക്കൂർ നേരം പോലീസും നാട്ടുകാരും ഭയപ്പാടോടെയാണ് വീടിന് പുറത്ത് നിലയുറപ്പിച്ചത്. ഏത് നിമിഷവും എന്തും സംഭവിക്കാമെന്ന നിലയിലായിരുന്നു കാര്യങ്ങൾ. പോലീസ് തന്ത്രപരമായ നീക്കങ്ങളിലേക്ക് കടന്നു. വീടിന്റെ തട്ടിന്റെ 4 ജനലുകൾ പൊളിച്ച് അകത്ത് കടക്കാൻ പോലീസ് ഒരുങ്ങുന്നതിനിടെ പോലീസിനെ വെട്ടിച്ച മച്ചിന്റെ വാതിൽ വഴി വിഷ്ണു ഓടിന് മുകളിലേക്ക് ചാടി. ഇതോടെ സ്ഥിതി കൂടുതൽ സങ്കീർണമായി. പോലീസ് ഓട് പൊളിച്ച് മച്ചിനുള്ളിലേക്ക് കടക്കാൻ തുനിഞ്ഞപ്പോഴെല്ലാം കടക്കുന്നതിനെ കൊല്ലുമെന്നും ആത്മഹത്യ ചെയ്യുമെന്നും വിഷ്ണു ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നു. കയ്യിൽ 2 കത്തികൾ കരുതിയിരുന്ന വിഷ്ണുവിനെ അങ്ങോട്ട് പ്രകോപിപ്പിക്കാൻ പോലീസ് തയ്യാറായില്ല. ഇത് സ്ഥിതി കൂടുതൽ വഷളാക്കുന്നത് ഒഴിവാക്കി. ഓടിന് മുകളിൽ കയറി വിഷ്ണുവിനെ അനുനയിപ്പിക്കാൻ പോലീസും നാട്ടുകാരും ശ്രമം തുടർന്നു. ഒടുവിൽ വൈകിട്ട് 5:30 വിഷ്ണു പോലീസിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി താഴെ ഇറങ്ങുകയായിരുന്നു. അതീവ ശ്രദ്ധയോടെയാണ് പോലീസ് ഈ നീക്കങ്ങൾ നടത്തിയത്. പുതുക്കാട് പോലീസ് SHO ആദം ഖാൻ, SI N പ്രദീപ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് വിഷ്ണുവിനെ അനുനയിപ്പിച്ച് കസ്റ്റഡിയിലെടുത്തത്. പുതുക്കാട് പോലീസും അഗ്നി സുരക്ഷാ സേനയും നാട്ടുകാരും ചേർന്നാണ് ഇയാളെ സാഹസികമായി കീഴ്പ്പെടുത്തിയത്. മണിക്കൂറുകൾ നീണ്ട ആശങ്കയ്ക്ക് ഇതോടെ വിരാമമായി. വിഷ്ണുവിന്റെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ ചില ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചത്. ഇയാൾ ആയോധന കലകളിൽ വിദഗ്ധനായിരുന്നു. ഇത് ഇയാളെ കീഴ്പ്പെടുത്തുന്നതിൽ പോലീസിന് കൂടുതൽ ശ്രദ്ധ നൽകേണ്ട സാഹചര്യം ഉണ്ടാക്കി. മാതാപിതാക്കളെ വീട്ടിലേക്ക് കടക്കാൻ അനുവദിക്കാതിരുന്ന വിഷ്ണു കഴിഞ്ഞ 40 ദിവസത്തോളമായി ഒറ്റയ്ക്ക് താമസിച്ച് വീടിനകത്ത് ആഭിചാര ക്രിയകൾ നടത്തി വരികയായിരുന്നു. പൂജാകർമ്മങ്ങൾ നടന്നിരുന്ന മുറിക്കകത്ത് പോലീസ് നടത്തിയ പരിശോധനയിൽ കോഴി, മദ്യം എന്നിവയും വിവിധ തരം ആയുധങ്ങളും കണ്ടെടുത്തു. ഇത് വിഷ്ണുവിന്റെ മാനസിക നിലയെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് കൂടുതൽ ബലം നൽകുന്നു. വിഷ്ണുവിന്റെ ഈ അസാധാരണ പെരുമാറ്റ രീതികൾക്ക് പിന്നിൽ മാനസിക നിലയിലെ പ്രശ്നങ്ങളാകാമെന്നും പോലീസ് സംശയിക്കുന്നു. ഒറ്റയ്ക്ക് താമസിക്കുകയും ആഭിചാര ക്രിയകളിൽ ഏർപ്പെടുകയും ചെയ്തത് ഈ സംശയത്തെ ബലപ്പെടുത്തുന്നു. മാതാപിതാക്കളെ വീട്ടിലേക്ക് കടക്കാൻ അനുവദിക്കാതിരുന്ന വിഷ്ണുവിന്റെ വീട്ടിൽ ഇതിനിടെ പലതവണ ശിവൻ എത്തിയിരുന്നുവെങ്കിലും വിഷ്ണു വഴങ്ങിയിരുന്നില്ല. ശനിയാഴ്ച ഉച്ചയോടെ വീട്ടിലെത്തിയപ്പോഴാണ് വഴക്കും അക്രമവും ഉണ്ടായത്. പോലീസും അഗ്നിരക്ഷാ സേനയും നാട്ടുകാരും ചേർന്ന് നടത്തിയ സമഗ്രമായ ശ്രമമാണ് പ്രതിയെ കീഴ്പ്പെടുത്തുന്നതിൽ വിജയിച്ചത്. വിഷ്ണുവിനെ പ്രകോപിപ്പിക്കാതെ എന്നാൽ കൃത്യമായ സമ്മർദ്ദം ചെലുത്തിയാണ് താഴെ ഇറക്കിയത്. ഈ സംഭവം കുടുംബ ബന്ധങ്ങളിലെയും മാനസിക ആരോഗ്യത്തിലെയും വെല്ലുവിളികളെ കുറിച്ച് സമൂഹം കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. നിലവിൽ പോലീസ് വിഷ്ണുവിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. ഈ അക്രമത്തിന് പിന്നിലെ യഥാർത്ഥ കാരണങ്ങളും വിഷ്ണുവിന്റെ മാനസിക ആരോഗ്യ നിലയും സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. മണിക്കൂറുകളോളം ആശങ്കയുടെ മുൾമുനയിൽ നിന്ന പറപ്പൂക്കര മുത്രത്തിക്കര സംഭവം അവസാനിച്ചതോടെ സാധാരണ നിലയിലേക്ക് മടങ്ങിയിരിക്കുകയാണ്.